കർക്കിടകത്തിൽ മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാനും ശരീരത്തിന് പുതുജീവൻ നൽകാനും ആയുർവേദം നിർദ്ദേശിക്കുന്ന പ്രധാന ഔഷധ സമ്പത്താണ് ദശപുഷ്പങ്ങൾ. കേരളീയ സംസ്കാരത്തിലും ചികിത്സാ രീതികളിലും ഒരുപോലെ പ്രാധാന്യമുള്ള ഈ 10 ഔഷധ സസ്യങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. കറുക, കയ്യോന്നി, ഉഴിഞ്ഞ, ചെറുള, നിലപ്പന, മുക്കുറ്റി, പൂവാങ്കുരുനില, തിരുതാളി, വിഷ്ണുക്രാന്തി, മുയൽച്ചെവിയൻ എന്നിവയാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. കർക്കിടകത്തിൽ ശരീരത്തിന്റെ പ്രതിരോധശേഷി കുറയുകയും വിവിധ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദശപുഷ്പങ്ങൾക്ക് ആയുർവേദം പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കാനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുമുള്ള കഴിവാണ് ഈ സസ്യങ്ങളുടെ പ്രധാന പ്രത്യേകത. കർക്കിടക കഞ്ഞി തയ്യാറാക്കുമ്പോൾ ദശപുഷ്പങ്ങൾ ചേർക്കുന്ന പതിവ് ഇന്നും പല വീടുകളിലും നിലനിൽക്കുന്നു. ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമായ ഈ കഞ്ഞി ശരീരത്തിന് കരുത്തും ഉന്മേഷവും പകരുമെന്നാണ് വിശ്വാസം. ശരീരവേദന, ചർമ്മരോഗങ്ങൾ, മുടികൊഴിച്ചൽ തുടങ്ങി വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ദശപുഷ്പങ്ങളുടെ നീരും സസ്യഭാഗങ്ങളും ഉപയോഗിച്ചു വരുന്നു. കറുക രക്തശുദ്ധിക്കും മുറിവുകൾ ഉണക്കുന്നതിനും സഹായിക്കുമ്പോൾ കയ്യോന്നി മുടിവളർച്ചയ്ക്കും കണ്ണിന്റെ ആരോഗ്യത്തിനും ഗുണകരമാണെന്ന് ആയുർവേദം പറയുന്നു. മുക്കുറ്റി വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കുള്ള ഔഷധമായും ഉപയോഗിക്കുന്നു. ആരോഗ്യ സംരക്ഷണത്തിനൊപ്പം കേരളത്തിന്റെ ആചാരങ്ങളിലും ദശപുഷ്പങ്ങൾക്ക് സുപ്രധാന സ്ഥാനമുണ്ട്. കർക്കിടക മാസത്തിൽ സ്ത്രീകൾ ദശപുഷ്പങ്ങൾ ചൂടുന്ന പതിവുണ്ട്. കർക്കിടക വാവുബലി പോലുള്ള ചടങ്ങുകളിലും ഇവ ഉപയോഗിക്കുന്നു. പ്രകൃതിയോടൊപ്പം ജീവിക്കാനും പാരമ്പര്യ അറിവുകൾ സംരക്ഷിക്കാനും ഓർമ്മിപ്പിക്കുന്ന ഔഷധ സമ്പത്തായ ദശപുഷ്പങ്ങൾക്ക് മലയാളിയുടെ ജീവിതത്തിൽ സവിശേഷ പ്രാധാന്യമുണ്ട്. TCV ന്യൂസ്, തൃശൂർ.